മലയോര ജനതയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് LDF സർക്കാർ എന്നതിന്റെ തെളിവാണ് ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലെന്ന CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. മന്ത്രിസഭാ തീരുമാനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഇടുക്കിയിൽ ലോക്കൽ കേന്ദ്രങ്ങളിൽ LDF നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. മലയോര ജനതയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രത്യേക ഭൂനിയമങ്ങൾ നിർമ്മിച്ചും പട്ടയങ്ങൾക്ക് ഉപാധികൾ വെച്ചും ഒരു ജനതയെ പ്രതിസന്ധിയിൽ നിർത്തിയത് മാറി മാറി വന്ന UDF സർക്കാരുകളാണ്. പട്ടയം കയ്യിലുണ്ടെങ്കിലും കൃഷിക്കോ കാലിവളർത്തലിനോ അല്ലാതെ മറ്റൊന്നിനും ഇടുക്കിയിലെ ഭൂമി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, വിദ്യാഭ്യാസ വായ്പയ്ക്ക് പോലും ഈട് നൽകാൻ ഉപകരിക്കാത്ത പട്ടയങ്ങൾ, കോൺഗ്രസിലെ ഹരിത MLAമാർ കോടതിയെ സമീപിച്ചും പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടി. ഒരു ജനതയ്ക്ക് ആത്മാഭിമാനത്തോടെ സ്വന്തം ഭൂമിയിൽ ശിരസുയർത്തി നിൽക്കാനുള്ള അവകാശത്തിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഇടുക്കി ജില്ല തീർച്ചയായും ഒരു പുതിയ വെളിച്ചത്തിൻ്റെ ഒരു പ്രതീക്ഷയുടെ അന്തരീക്ഷം എത്തിച്ചേരുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇടുക്കി ജില്ല ജനങ്ങൾ അങ്ങേയറ്റം ആവേശത്തോടു കൂടിയാണ് ഈ ഗവൺമെൻറ് പ്രഖ്യാപനത്തെ ഏറ്റെടുക്കുന്നത്. ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്, പിണറായി സർക്കാർ ബില്ല് കൊണ്ടുവന്നും ചട്ടം കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും അപവാദ പ്രചരണം നടത്താനും ശ്രമിച്ചവരെല്ലാം ഈ ഗവൺമെൻറ്റിനോട് മനസാക്ഷി ഉണ്ടെങ്കിൽ, താങ്കൾ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഭൂപതിവ് ഭേദഗതി ബിൽ നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചതിന് ശേഷവും UDFും കോൺഗ്രസും ബില്ലിനെതിരെ പ്രതിഷേധവുമായി ഇറങ്ങി. പ്രതിപക്ഷത്തിന്റെ ഒത്താശയോടെ കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ ഒപ്പിടാതെ ദീർഘകാലം പിടിച്ചുവെച്ചു. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ കർഷകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഗവർണർ ബില്ലിൽ ഒപ്പിട്ടു. വിവിധ തരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം രൂപീകരിച്ച പുതിയ ചട്ടങ്ങൾക്കാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. ഒരായുസോളം നീണ്ടുനിൽക്കുമായിരുന്ന പോരാട്ടങ്ങൾക്ക് അവസാനമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് മലയോര കർഷകർ. ജില്ലയിലെ ജനങ്ങൾക്ക് ഭാവിയിൽ ജീവിതത്തിന് വളരെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ആ ഗവൺമെൻറ്റിനെ ഞങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്കും പാവപ്പെട്ടവർക്കും വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കടക്കം ഈ പട്ടയം കിട്ടുന്നതോടുകൂടി, ഭൂമിക്ക് ഒരു അവകാശം കിട്ടുന്നതോടുകൂടി അവൻ്റെ എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിക്കുവാൻ കഴിയുന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ ചട്ടങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള മന്ത്രിസഭായോഗ തീരുമാനത്തിൽ ആവേശത്തിലാണ് മലയോര ജനത. ഇടുക്കിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.